വെൽക്കം ബാക്ക് ടു ബോബിൻ ക്യൂൻ. ഇന്ന് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അൺബോക്സിങ്ങും ഒന്നും അല്ലാട്ട് ചെറിയൊരു എംബ്രോയിഡറി വീഡിയോ ആണ് കാണിക്കുന്നത്. അത് നമ്മുടെ ഈ ഒരു നോർമൽ മെഷീനിലാണ് ചെയ്യാം. നമ്മൾ ഈ എംബ്രോയിഡറി വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഒരു വട്ടെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും ഇതുപോലെ എനിക്കും ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. ഒരു പക്ഷെ നമ്മുടെ കയ്യിൽ മെഷീൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പിന്നെ നമുക്ക് എംബ്രോയിഡറി ചെയ്യാൻ കഴിയില്ല. ഈ രണ്ട് പ്രശ്നങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവുക. മെഷീന് വേണ്ട അങ്ങനെ വലുതായിട്ട് എംബ്രോയിഡറി പഠിക്കാൻ വേണ്ട, നമുക്കും സിമ്പിളായിട്ട് നോർമൽ മെഷീനിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാന്ന് നോക്കിയാലോ. വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നൂലെടുത്തിട്ടുണ്ട്. ആ ഒരു നൂലുകൾ ഇതാ ഇതുപോലെ ഒന്ന് നമ്മുടെ ബോബിനിൽ ചുറ്റിയെടുക്കുക. അതായത് ഇതുപോലെ ഓരോ നൂലും ഇതുപോലെ ഓരോ നൂലിൻ്റെയും ബണ്ടിൽ ഇതുപോലെ എടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് കൂട്ടി പിടിക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി പിടിച്ചിട്ട് ഈ ഒരു രൂപത്തിലിട്ടോ. അപ്പോൾ നമുക്ക് എത്ര കട്ടി വേണോ അതനുസരിച്ചിട്ട് അത്രയും നൂലെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം പാടെ കൂട്ടി പിടിച്ചിട്ട് ടൈറ്റിൽ നമ്മൾ ഈ ബോബിനിൽ ഒന്ന് ചുറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 4-5 കളർ ഇതിൽ ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ടൈറ്റിൽ തന്നെ ചുറ്റിയെടുക്കുക. അതാണ് നമുക്ക് ഈ ഒരു ബോബിനിൽ ഇട്ട് കൊടുക്കേണ്ടത്. ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് കൊള്ളണില്ലെങ്കിൽ ഇവിടെ ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി. അത് ലൂസാക്കാൻ നമ്മൾ സ്ക്രൂ ഡ്രൈവർ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു ഈ ഒരു അറ്റം വെച്ചിട്ട് ഒന്ന് ഇതുപോലെ തിരിച്ചു കൊടുത്താൽ ഈ ഒരു ഭാഗം നമുക്ക് ലൂസായിട്ട് കിട്ടും. എത്രയാണ് നമുക്ക് ലൂസ് വേണ്ടത് ആ ഒരു രീതിക്ക് ലൂസാക്കി എടുക്കുക. ശേഷം ഇതുപോലെ ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് എടുക്കട്ടെ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണേ. നമുക്ക് ഈ ബോബിനൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു 3 സ്ക്വയർ വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ വരച്ചെടുക്കട്ടെ. എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ്. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇതുപോലെ സ്ക്വയറൊക്കെ ആയിരിക്കും കേട്ടോ പെട്ടെന്ന് കഴിയുക. പിന്നെ നമ്മളിതാ ഈ ഇതിലൊക്കെ ഒന്ന് അടിച്ചടിച്ച് ഒന്ന് ലെവലായി വന്നതിന് ശേഷം നമുക്ക് റൗണ്ട് പല പല ഡിസൈനിലേക്കും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നൂലൊക്കെ നമ്മൾ ഓൾറെഡി കോർത്തെടുത്തിട്ടുണ്ട്. നമുക്ക് താഴെയുള്ള നൂലൊന്ന് മുകളിലേക്ക് എടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ നൂല് മുകളിലേക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ ക്ലോത്തിൽ ഈ ഡിസൈൻ വരച്ചല്ലോ. ഈ ഒരു ഡിസൈൻ നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശത്തല്ല കേട്ടോ, ചീത്ത വശത്താണ് വരച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു ഇതിലൂടെ കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ലെവലിലൊന്ന് കറക്റ്റിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓരോ ഭാഗം എത്തുമ്പോഴും ഒന്ന് ജസ്റ്റ് തിരിച്ചെടുക്കുക. നമുക്ക് ഇങ്ങോട്ടും ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഈ വരച്ച ഭാഗങ്ങളിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ. ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓരോ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി. അടുത്തടുത്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ കിട്ടും. ഇതുപോലെ ഞാൻ ഒന്ന് കുറച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ലൈനിൽ കൂടെ തന്നെ വേണമെങ്കിൽ 2-3 സ്റ്റിച്ചൊക്കെ കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി കട്ടിയിലായിരിക്കും കിട്ടുക. ഇനി ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഓരോ ഗ്യാപ്പ് ഇട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ പല പല ഡിസൈനിലും ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഈ ഒരു ഭാഗം ഞാനൊന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പല ഡിസൈനിലും ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ഭാഗമാണ് ഫില്ലാക്കിയിട്ടുള്ള എക്സ്ട്രാ വരുന്ന നൂലൊക്കെ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അത് കുറച്ചൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൽ വന്ന ഒരു വേരിയേഷൻ കൊണ്ടാണ് അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതാ ഇവിടെയും കൂടെ ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ പോർഷനൊക്കെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഡിസൈനിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇനി ഇതുപോലെ പല ഡിസൈനിലും ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് ഡിസൈനായിട്ട് കൊടുക്കാം, ഇവിടെ കൊടുക്കാം, അങ്ങനെ പല പല ഡിസൈനിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തടുത്തായിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒരു ഉള്ളിൽ നിന്നൊരു ത്രികോണം പോലെ ചെയ്ത് നോക്കാം കേട്ടോ. അതെങ്ങനെയുണ്ട് എന്നുള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പല മോഡലും ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇതാണ്. ഞാൻ ചെയ്തപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇനി ഇതുപോലെ പല ഡിസൈനിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലീവിൽ ചെയ്ത് കൊടുക്കാം, നെക്കിലൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇനി ഓരോ പോർഷനും ചെയ്തെടുക്കുമ്പോൾ ആ ബോബിനിൽ നൂലൊന്ന് മാറ്റി കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. അപ്പോൾ നമുക്ക് നോർമൽ മെഷീനിൽ എംബ്രോയിഡറി അടിപൊളിയായിട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഒരു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.